सबको मेरा स्वागत है। मैं सब लोगों का नेशनल अकादमी के लिए स्वागत करती हूँ। आओ हम 14 യൂണിറ്റ് ഹമേം പഠന ഹെ. അത് ഇതേപോലെ രീതികാലത്തിലെ ഛായാവാദി രീതികാലത്തിലെ കവികളെ നമ്മൾ രണ്ടാളെ പഠിച്ചു. ഇനി അടുത്ത എന്താണ്? ഛായാവാദ്. രീതികാലത്തിന് ശേഷം വരുന്ന ഛായാവാദ് കവികളാണുള്ളത്. അതിൽ ഛായാവാദ് കവികളിൽ പ്രധാനപ്പെട്ട രണ്ടാളുകളാണ് അന്ന് നിരാല ആർ ജയശങ്കർ പ്രസാദ്. അവര് ആധുനിക കവികൾ. ഇന്നത്തെ കവിതകളുടെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ്. അത് സ്വച്ഛന്തതാവാദ് എന്നും പിന്നെ നവജാഗരൺവാദ് എന്നും പറയുന്ന. സ്വച്ഛന്തതാവാദ് അതായത് പണ്ടത്തെ പോലെ ശൃംഗാരമല്ല, ഭക്തിയല്ല, ഒന്നുമല്ല. ഇന്നത്തെ ലോകത്തുള്ള കാര്യങ്ങൾ പറയുക. ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ഇന്ന് പിന്നെ അത്രമാത്രമല്ല. പണ്ട് കാലത്തെ ഈ ഛായാവാദ് വരുന്ന സമയത്തൊക്കെ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് അന്യായങ്ങൾ നടക്കുന്ന കാലമാണ്. ആ അന്യായത്തിൽ ശോഷക് അവർ ശോഷിത് ഹോത്താ ഹൈ. ശോഷക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂഷണം ചെയ്യുന്നവര്. ശോഷിത് എന്ന് പറഞ്ഞാൽ ചൂഷണം അനുഭവിക്കുന്നവര്. ജാതിപരമായാലും ശരി, മതപരമായാലും ശരി, സാമ്പത്തികമായാലും ശരി, മറ്റെന്ത് വ്യവസ്ഥയിലായാലും ശരി ഒരുപാട് ചൂഷണങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തുണ്ട്. അതിനോടൊക്കെ എതിർത്തുള്ള ഒരു തരം കാവ്യസൃഷ്ടിയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. ഈ കാലത്തുള്ള കവിതകളെല്ലാം വലിയ മഹാകാവ്യങ്ങളൊന്നും ആയിരുന്നില്ല, ചെറിയ ചെറിയ കവിതകളായിരുന്നു. ഓരോ കവിതകളും സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ശോഷിതരുടെ പക്ഷം ചേർന്നുള്ളതായിരുന്നു. ചൂഷണം ചെയ്യുന്നവരോട് വെറുപ്പ്, ചൂഷണം അനുഭവിക്കുന്നവരോട് കരുണയും കാണിച്ചുള്ള കവിതകളായിരുന്നുള്ളത്. അതിലെ പ്രധാനപ്പെട്ട കവിയാണ് ആര്? നിരാല. അതായത് നിരാല എന്ന് പറയുന്ന കവിയാണ് ഛായാവാദി കവിതയിലെ ഏറ്റവും വലിയ കവിയായിട്ട്. പിന്നെ ജയശങ്കർ പ്രസാദ് അപ്പുറം ഉണ്ട് കേട്ടോ. പിന്നെ ഉണ്ട് കുറേ ആൾക്കാരൊക്കെ. ആരൊക്കെയാണ്? ജയശങ്കർ പ്രസാദ്, നിരാല, പന്ത്, ആരാണ് പിന്നുള്ളത്? മഹാദേവി വർമ്മ. ഈ 4 ആളുകളെ ഛായാവാദിലെ 4 സ്തംഭങ്ങളായിട്ടാണ് പറയുന്നത്. ഇനി അവരുടെ കവിതകളൊക്കെ ഏതാന്ന് നോക്കൂട്ടോ. അതായത് നിരാലയുടെ ഈ യുഗത്തില് അദ്ദേഹം എന്താണ് അനേക പ്രകാരത്തെ സാമാജിക, അതൊക്കെ ടീച്ചർ ഇപ്പൊ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി ഒരു മസ്ദൂരി സ്ത്രീ, മസ്ദൂരിനെ എന്നാൽ ജോലി ചെയ്യുന്ന സ്ത്രീ, ആ സ്ത്രീയുടെ ഒരു ദയനീയ അവസ്ഥയെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിന്റെ കവിതയിൽ പറയുന്നത്. പത്തർ തോർത്തി ഹെ എന്നുള്ള ആ കവിത. ആ കവിതയില് എന്താ പറയാ, ചൂട് സമയത്ത് ഗരം രൂനി ജൽത്തി ഹുയി എന്ന് പറയണത്. രൂയി ജൽത്തി ഹുയി, അതായത് ഇതിന് പഞ്ഞയ്ക്ക് തീ പിടിച്ച മാതിരി ഉള്ള ചൂട്. അത് ഒരിക്കലും ചെറിയ ചൂടാണെങ്കിലും നല്ല ചൂട് നമുക്ക് അനുഭവപ്പെടും. അതായത് അത്യുഷ്ണാവസ്ഥ. ആ സമയത്ത് റോഡരികില് തണലൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരുന്ന് കൊണ്ടിട്ട് ഒരു സ്ത്രീ, നല്ല യുവത്വമുള്ള ഒരു സ്ത്രീയാണ്, ഭംഗിയൊക്കെ അതിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സ്ത്രീ ചുറ്റുപാടൊന്നും നോക്കാതെ, പക്ഷെ അതിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ആ മുന്നിലുള്ള അട്ടാലികയിലേക്ക് ഈ സ്ത്രീ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അതോടുകൂടെ തലയും താറ്റി വരണം. അവിടെ കവിയുടെ ഭാവന എന്താണ്? ആ ചൂഷണം ചെയ്ത ആളുകളാണ് അവിടെ മാളികയിൽ ഇരുന്ന് സുഖിക്കുന്നത്. ഇവരെ കൊണ്ട് ഇങ്ങനെ വെയിലത്തും മഴയത്തും പണിയടിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു? സുഖിക്കുക ചെയ്യുന്നത്. പണ്ട് കാലം ഇന്നില്ല. ഇന്ന് അധ്വാനത്തിൻ്റെതായിട്ടുള്ള ബലവും കൂലിയും ഇന്ന് കിട്ടുന്നുണ്ട്. പണ്ട് അതില്ലേ? ഇന്ന് അധ്വാനം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചാൽ തുച്ഛം. അതല്ലോ എല്ലാ വിഭാഗങ്ങളിലും അങ്ങനെ തന്നെ. ഇന്ന് കാലം മാറിയപ്പോൾ ഇന്ന് അധ്വാനിച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കഴിയാനുള്ള പ്രതിഫലം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ കാലത്തെ ആ ഒട്ടിയ വയറും ഒക്കെ ആയിട്ടിരിക്കുന്നതായിട്ടുള്ള ആ സ്ത്രീയെ വർണ്ണിക്കുന്ന ഒരു വർണ്ണനയാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് തോടുത്തി പത്തർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് നിരാലേൻ്റെ കഴിഞ്ഞു. ജയശങ്കർ പ്രസാദാണ് അടുത്തത്. ആ ജയശങ്കർ പ്രസാദ് ഇതുപോലെ നല്ല ഒരു കവിയാണ്. 4 ഒരാളാണല്ലോ. ആ 4 കവികളിൽ പ്രധാനപ്പെട്ട ഒരു കവിയാണ്. അവരുടെ പ്രധാന കൃതിയാണ് എന്താണ്? ജവാന്മാർക്ക് ആവേശം കൊടുക്കുന്ന തരത്തിലുള്ള കവിതകളാണ് അവർ എഴുതിയിട്ടുള്ളത്. ഹിമാദ്രി, തുങ്ക്, ശൃംഗ്, സേൻ തുടങ്ങിയിട്ടുള്ള കവിതയാണ്. നമുക്ക് കുറച്ച് ഭാഗം പഠിക്കാനുള്ളൂ ആ കവിത. ആ കവിതയിൽ അദ്ദേഹം
നമ്മളുടെ ദേശവാസികൾക്ക് പ്രചോദനം നൽകുകയാണ്. അതായത് അക്രമികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും നമ്മൾ മോചിതരാവണം. അതിന് ആര് ഉന്മേഷവാന്മാരാവണം? ദേശത്തിലെ നിവാസികൾ ഉന്മേഷവാന്മാരാവണം. അതിനുള്ള ആവേശം പകരുന്നതായിട്ടുള്ള ഒരു കവിതയാണ് ഹിമാദ്രി തുംഗ് ശൃംഗിസ എന്നുള്ള ആ കവിത. അത് ജയശങ്കർ പ്രസാദിന്റെ തന്നെ ഒരു പ്രസിദ്ധമായിട്ടുള്ള നാടകമുണ്ട്, ചന്ദ്രഗുപ്ത. അതിലൊരു രംഗത്തിൽ നിന്ന് വരുന്നതാണ്. യുദ്ധത്തിന് വേണ്ടി പോകുന്ന ജവാന്മാർക്ക് അല്ല പടയാളികൾക്ക് ആവേശം പകരുന്നതായിട്ടുള്ളൊരു പാട്ടാണ്, ഒരു ഗീതമാണത്. ആ ഗീത് അതുപോലെ ഒരുപാട് പ്രചോദനം നൽകുന്നതായിട്ടുള്ള കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. ജയശങ്കർ പ്രസാദ് എഴുതിയിട്ടുണ്ട്. ആ പ്രചോദനം നൽകുന്നതായിട്ടുള്ള കവിതകളും പിന്നെ നമ്മളുടെ നിരാലയുടെ തോടുത്തി പത്തർ, നമ്മളുടെ സമൂഹത്തിൽ വരുന്ന അന്യായങ്ങൾക്കെതിരായി കൊണ്ട് എഴുതിയിട്ടുള്ള ആ കവിതകളും എല്ലാം നമുക്ക് വ്യക്തമായും വൃത്തിയായും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നതായിരിക്കും ഞങ്ങളോടൊപ്പം വന്നു കഴിഞ്ഞാൽ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം ആ കാര്യത്തിലേക്കായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചർ വീണ്ടും ഒരു സ്വാഗതം കൂടി പറയുന്നു. ഞാൻ സ്വന്തമല്ല, നാഷണൽ അക്കാദമിയാണ് പറയുന്നത്. ഇത് പറഞ്ഞു തരുന്നതിനെ കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. അപ്പം ജയശങ്കർ പ്രസാദ് അവർ ആരാണ്? നിരാല. ഈ രണ്ടുപേരും ഛായാവാദി കവികൾ. ആ കവികളുടെ ഒന്ന് നമ്മൾ പഠിച്ചു തോടുത്തി പത്താർ, രണ്ടാമത്തെ പ്രസാദിൻ്റെതാണ് ഹിമാദ്രി തുംഗ് ശൃംഗിസ എന്ന് പറയുന്ന പ്രചോദനം നൽകുന്നതായിട്ടുള്ള കവിതകൾ. അതിൽ ഒരുപാട് പറയുന്നുണ്ട്. ആ പ്രചോദനം നൽകുന്ന എന്തിനാണ്, ഏതിനാണ് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ആ ജനങ്ങളിൽ പ്രചോദനം നൽകുന്നത്? കാരണം നിങ്ങൾ യോഗ്യവേദ്യന്മാരായിട്ട് ഇരിക്കുകയല്ല വേണ്ട, നിങ്ങൾ വൈരാഗ്യങ്ങളാവണം എന്നാണ് പറയണത്. നമ്മളുടെ ഭാരതം പണ്ട് ഋഷിമാരുടെ നാടാണെന്നൊക്കെ പറഞ്ഞു. ഋഷിമാരായി നിന്നാൽ നമ്മളുടെ ഭാരതത്തിനെ കൈക്കലാക്കും മറ്റുള്ളവർ. കുറെ അനുഭവിച്ചാണല്ലോ നമ്മൾ. എന്തിൻ്റെ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് നമ്മൾ അടിമത്തം അനുഭവിച്ചാണല്ലോ. അപ്പൊ അതുപോലുള്ള അടിമത്തം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആര് പറയുന്നത്? കവി പറയുന്നത്. അങ്ങനെ പ്രചോദനം നൽകുന്നു. അതിലെ അതായത് മസ്ദൂർണിയുടെ വർണ്ണന ചോദിക്കാം. മസ്ദൂർണി അതായത് മസ്ദൂർണി കാ വർണ്ണൻ കർണ കെ ലിയെ കഹേഗ, അതൊരു ചോദ്യമായിരിക്കും. അതിൽ ആ സ്ത്രീയുടെ വർണ്ണനകൾ പറയേണ്ട, വേർത്തൊലിച്ചതും വയറൊട്ടിയതും നല്ല താരുണ്യം നിറഞ്ഞ, അതായത് യുവത്വം നിറഞ്ഞ ഒരു സ്ത്രീയാണെന്നൊക്കെ അതിൽ വർണ്ണിച്ചിട്ടുണ്ട്. അത് പിന്നെ വേറെ എന്താണെന്ന് പറയുന്നത്, അതായത് ഇപ്പൊ കവിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ കവിതയിൽ എന്താണെന്ന് ശോഷക്കാർ ചൂഷിതുക്ക വർണ്ണന. ചൂഷണം ചെയ്യുന്നവരോട് വെറുപ്പും ചൂഷിതരോട് എന്താണ് സഹതാപമാണെന്ന് വന്നില്ല. അതിനെ പറ്റിയുള്ള ഒരു വർണ്ണന ചോദിക്കാൻ മതി. അത് എങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. പിന്നെ വേറെ ഒന്ന് വരുന്നത് ഹിമാദ്രി തുംഗ് ശൃംഗിസേന്ന്. അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. അസംഖ്യ കീർത്തി രശ്മിയാം വികീർണ ദിവ്യദാഹിസിക സ്പർശകരെ, അതായത് അസംഖ്യം വികീർണങ്ങൾ, രശ്മികൾ ഇങ്ങനെ പതിയുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ആശയം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ എന്താണ് വൈരാഗ്യം, എന്താ ഇതിനൊരു വാക്ക് പറഞ്ഞല്ല, ആ മുനി ആയിട്ടിരിക്കാതെ, എന്താണ് ഋഷിയായിട്ടിരിക്കാതെ നിങ്ങൾ വൈരാഗികളായി തീരും എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് കാരണം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അഗർ ആയേത്തോ ഹം തുമേ പഠായെങ്കെ, ജരൂർ പഠായെങ്കെ, ഇസി ललित और सरल मार्ग से हम तुम्हें समझा देंगे. दूंगी नहीं है, मैं नहीं है, अकादमी है, इसलिए मैं ऐसा कहती हूँ. मैं दूंगी नहीं कहूँगी. कारण क्या है? अकेली में नहीं है, अकादमी के लिए तुम्हें स्वागत करता है, अकादमी तुम्हें देंगे. ऐसा कहकर मैं यहाँ समाप्त करती हूँ. अगर बाकी में कोई आप लोगों को ना पसंद आए तो क्षमा करना.